ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ സേഫ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നിക്ക് അതിനു മുന്നേ നിങ്ങൾ ചോദിച്ച രണ്ട് ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് GNM ആർക്കൊക്കെ എടുക്കാം. അതായത് നമ്മൾ +2 കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് പേര് സയൻസ് എടുക്കും, അതേപോലെ തന്നെ കുറച്ച് എന്താ പറയാ സയൻസ് എടുക്കാൻ മടിയുള്ളവര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം കുറച്ച് പേര് കൊമേഴ്സ്, കുറച്ച് പേര് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കും. അപ്പോൾ +2 റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പം സയൻസ് എടുത്തവർക്ക് എല്ലാവർക്കും BSc നേരെ അഡ്മിഷൻ എടുക്കാം. പക്ഷേ കൊമേഴ്സ് എടുത്ത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാർക്ക് ആ ടൈമില് നേഴ്സ് ആവണം അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ കുട്ടികളെ കൊണ്ട് നഴ്സിംഗ് പഠിപ്പിക്കണം എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് GNM എന്ന് പറയുന്നത്. അതായത് നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നില്ല GNM എടുക്കാൻ. ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമുക്ക് GNM അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും GNM അഡ്മിഷൻ എടുക്കാൻ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് DM അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ടാണ് ബോയ്സിന് നഴ്സിംഗിൽ സ്കോപ്പ് ഉണ്ടെന്നുള്ളത്. ഗേൾസിന് സ്കോപ്പ് ഉള്ള പോലെ തന്നെ ബോയ്സിനും സ്കോപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് എല്ലാ കെയറും കൊടുക്കാൻ ബോയ്സിനെ അലൗ ചെയ്യണമെന്നില്ല. ബട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ബോയ്സിനും അലൗ ചെയ്യും, എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഗേൾസിനെ പോലെ തന്നെ ബോയ്സിനും നഴ്സിംഗിൽ നല്ല സ്കോപ്പ് ഉണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓൾ ദോസ് മിത്സ്. കം ഓൺ, ബാംഗ്ലൂർ ശരിക്കും സേഫ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയാം. അതായത് കേരളത്തില് മാത്രം ജീവിക്കുന്ന ഒരാൾ, നമുക്ക് വേറൊരു സംസ്ഥാനങ്ങളായിട്ടോ വേറൊരു സ്ഥലങ്ങളായിട്ടോ ഒരു ബന്ധമില്ല, നമ്മൾ എവിടെയും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരാൾക്ക് ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പം അല്ലെങ്കിൽ ബാംഗ്ലൂർ ലൈഫ് എന്ന് കേൾക്കുമ്പം പെട്ടെന്നൊരു ഉള്ളിലൊരു പേടി വരും. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്തകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിച്ചുപൊളി ലൈഫ്, ഒരു കൺട്രോൾ ഇല്ലാത്തൊരു ലൈഫ്, അതേപോലെ തന്നെ കുറെ റേപ്പ് കേസസ്, ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന കുറച്ച് ചിന്തകൾ. ഇതൊക്കെ ശരിക്കും സത്യമാണോ? അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ? എന്തൊക്കെയാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒറ്റ വാക്കില് ഇതിനെല്ലാം ഉത്തരം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചു പോയവർക്കും ഇപ്പൊ ഇവിടെ പഠിക്കുന്നവർക്കും ലൈഫ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തത് ഈ ഒരു ബാംഗ്ലൂർ ലൈഫ് തന്നെയാണ്. അതായത് നമ്മുടെ സ്വന്തം വീട്ടില് നമ്മൾ ഒരു പണിയും ചെയ്യാൻ അറിയാത്ത ആളുകളെല്ലാം ഇവിടെ വന്ന് അവരുടെ സ്വന്തം ഡ്രസ്സ് അലക്കുന്നു, കുക്ക് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാ പണികളും സ്വന്തമായിട്ട് ഇവിടെ വന്ന് പഠിക്കുന്നു. അങ്ങനെ ഒരു ലൈഫിലേക്കുള്ള ഒരു വലിയ ലെസൺ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടായിരിക്കും. ഓൾമോസ്റ്റ് ഇവിടെ പഠിക്കുന്നവർ എല്ലാ സ്റ്റുഡൻസും. നമ്മൾ വീട്ടില് 3 നേരവും ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ വേണോ അപ്പോഴെല്ലാം ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന ഒരു രീതിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ എങ്ങനെ ജീവിതം വളരെ ചുരുക്കി ജീവിക്കാം എന്ന് പഠിച്ചവരും ഇവിടെയുണ്ട്. ബാംഗ്ലൂർ സേഫ് ആണോ? ഒരു പരിധി വരെ ബാംഗ്ലൂർ സേഫ് ആണ്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങളൊന്നും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി മാതാപിതാക്കൾ പറയുന്നതാണ് ബാംഗ്ലൂരിലേക്ക് ഒരിക്കലും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടില്ല. തമിഴ്നാടോ ചെന്നൈയോ അതേപോലെ തന്നെ മൈസൂരോ ഹൈദരാബാദോ ആന്ധ്രാപ്രദേശോ അവിടെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് അഡ്മിഷൻ മതി, ബാംഗ്ലൂരിലേക്ക് വേണ്ട. ഇതെല്ലാം നിങ്ങളെല്ലാം ഈ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? പോട്ടെ, ഇതെല്ലാം വിട്. നമ്മുടെ കേരളം സേഫ് ആണോ? കേരളത്തിൽ എത്ര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിർത്തി പഠിപ്പിച്ചാലും നമ്മുടെ വീടിന്റെ മതിലിനപ്പുറത്താണ് അവർ പഠിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു നമുക്കറിയോ? ബാംഗ്ലൂർ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതെല്ലാം ഒന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതായത് ഒത്തിരി മർഡേഴ്സ്, ഒത്തിരി റേപ്പ് കേസസ്, അതേപോലെ തന്നെ ആൽക്കഹോൾ, ഡ്രഗ്സ് യൂസേജ്, അതെല്ലാം ഇപ്പൊ കേരളത്തിൽ കൂടുതലാണ്. സോ നമുക്ക് ഒരിക്കലും നമ്മുടെ കേരളം ഭയങ്കര സേഫ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോ അഡ്മിഷൻ എടുക്കുമ്പം ഒത്തിരി കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്ത് പറയുന്നതാണ് ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാരന്റ്സ് എല്ലാം ഒന്ന്
ബാംഗ്ലൂർ ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും കസിൻസ് അല്ലെങ്കിൽ നാട്ടുകാർ പറയും കുട്ടീനെ ബാംഗ്ലൂരിലേക്ക് വിടരുത്, കുട്ടി നശിച്ചു പോകും. ഈവൻ ഞാൻ എന്റെ ഇവിടേക്ക് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നതിന് വരുന്ന ആ ഒരു അഡ്മിഷൻ ടൈമിൽ ഞാനും ഇത് കുറെ കേട്ടിട്ടുണ്ട്. എന്റെ പേരൻസിന്റെ അടുത്ത് പറയുന്നത് കുട്ടീനെ വിടണ്ട ബാംഗ്ലൂര്, ചിലപ്പോൾ നശിച്ചു പോകും, നമ്മുടെ കൺട്രോളില് അല്ലല്ലോ കുട്ടികള്, നമ്മുടെ കൺവെട്ടത്തില്ലല്ലോ. അപ്പോ ഒരു ആസ് എ പേരന്റ് ആ ഒരു ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും ഒരു പാരന്റ്ഹുഡിൽ എത്തുമ്പോഴാണ് എനിക്ക് ഈ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഞാൻ ഒത്തിരി സ്റ്റുഡൻസിന്റെ ലൈഫ് കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു പാരന്റ്സിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പം അവരുടെ ലൈഫ് തന്നെ വഴിമാറി പോകുന്ന കുറെ സിറ്റുവേഷൻസ് സ്റ്റുഡൻസിന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, ഒത്തിരി പഠിച്ചു പോയവരുണ്ട്. അവരുടെ കാര്യം മാത്രം നോക്കി അവരെന്തിനാണോ വന്നത് അത് മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് നേടേണ്ടത് എന്താണോ അത് നേടി ഇവിടുന്ന് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോ എനിക്ക് ഇനി വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നല്ല രീതിയിൽ നമ്മുടെ കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതും പിന്നെ നമുക്കൊരു അടിച്ചുപൊളി ലൈഫ് മാത്രം നമ്മൾ കണ്ടുപോകുന്നതും. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. കാരണം നമ്മുടെ പാരന്റ്സ് ഇത്രയും നാള് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയത് അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ നമ്മളെ കഷ്ടപ്പെട്ട് ഈ വളർത്തുന്നത് ഫുള്ളും. അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം, നമ്മൾ എന്തിനാണ് ഇവിടെ വരുന്നത്, എന്താണ് നമ്മുടെ മെയിൻ ലക്ഷ്യം, എന്തിലേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ടാവും. എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ബിഹേവിയർ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവുക. കാരണം ബാംഗ്ലൂര് ഒരു പരിധി വരെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്, നമ്മുടെ നാട് പോലെ തന്നെ. ആ സേഫ്റ്റി നമ്മൾ തന്നെ വേണം കണ്ടുപിടിക്കാൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ ഒപ്പീനിയൻ അബൌട്ട് ബാംഗ്ലൂർ സേഫ് ആണോ അല്ലയോ എന്നുള്ളത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം, ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്കും പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം. സോ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, പല പല അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ വീഡിയോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് ആൻഡ് ലൈക്ക്. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സോണ സൈനിങ് ഓഫ്.